ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയമുള്ള മക്കളെ, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാനിങ്ങനെ കുറേശ്ശെ വിവരിച്ച് തരികയാണല്ലോ. അതിൽ ഇന്ന് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് സൗഖ്യ ശുശ്രൂഷ നടക്കും. ആ സമയത്ത് നമുക്കൊരു വീഡിയോ ആദ്യമായിട്ട് കാണിച്ചു തന്നു അവർ. അവിടെ ആ ഹാളിൽ ഇതുപോലെ 19 വയസ്സായ ഒരു കുട്ടി തളർന്ന് കിടക്കുകയായിരുന്നു, ഒരു പെൺകുട്ടി. ഈ ആരാധനയുടെ സമയത്ത് ആ പെൺകുട്ടി ഒറ്റടി വെച്ച് ഈ വിരലുകളൊക്കെ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിങ്ങനെ ബാക്കിലേക്ക് വീഴാൻ പോകുന്നത് പോലെ അവൾ ഒറ്റടി വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ എഴുന്നേൽക്കുന്നവർ ബാക്കിലേക്ക് നടന്നങ്ങോട്ട് പോകണം, അല്ലാതെ ആ അത്ഭുത സൗഖ്യം സ്ഥിരീകരിക്കില്ല. അവിടെ നിന്ന് അവൾ തിരിച്ച് ഇങ്ങോട്ട് വന്ന് സ്റ്റേജിൽ കയറണം. അങ്ങോട്ട് പോകുമ്പോൾ അവളിപ്പോൾ വീഴുന്നു നമുക്ക് തോന്നും. പക്ഷേ തിരിച്ചു വരുമ്പം സുഖമായിട്ട് വന്ന് അവൾ ആ സ്റ്റേജിലേക്ക് കയറി. അത് നമ്മൾ കണ്ടൊരു അത്ഭുത സാക്ഷ്യമായിരുന്നു അത്. നമ്മൾ ധ്യാനം കൂടുന്ന സമയത്ത് ക്യാൻസർ പേഷ്യൻ്റായിട്ട് കിടപ്പ് രോഗികളായി കിടക്കുന്നവരെയൊക്കെ മുൻപിൽ കൊണ്ടുവന്നിരുത്തും. ആ സമയത്ത് വീൽ ചെയർ ഉപേക്ഷിച്ചവർ, അഭിഷേകം കൊണ്ട് നിറഞ്ഞ് ക്യാൻസർ മാറിയവർ, തളർന്നു കിടന്നവർ എഴുന്നേറ്റവർ, ഇതൊക്കെ നമ്മുടെ കണ്ണിൽ കാണാനായിട്ട് ദൈവം അനുവദിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതൊരു പോയിന്റ്, പൊന്നുമക്കളെ, ആ ധ്യാനത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരനുഭവം, പ്രധാനപ്പെട്ട ഒരു അനുഭവം ഞാൻ എൻ്റെ മക്കളോട് പറയണം. എന്താണെന്ന് വിചാരിച്ചാൽ, നമുക്ക് പലതും നഷ്ടപ്പെടുത്തിയവരുണ്ട്, നമ്മുടെ പലതും തട്ടിയെടുത്തവരുണ്ട്. ഈ ആഭിചാരം, മന്ത്രവാദം, ക്ഷുദ്രവിദ്യ എന്നൊക്കെ പറയത്തക്ക വിധത്തിൽ പൈശാചിക ശക്തികളാൽ നമ്മെ ബന്ധിച്ചിട്ടവരുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഇവരോടൊക്കെ സത്യത്തിൽ നമ്മൾ നോക്കുന്നത് ഇവരിലേക്കാണ്. ഇവരാണ് നമ്മുടെ പലതും തട്ടിയെടുത്തവർ എന്ന് ഈ വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവരെ കുറിച്ച് രാവും പകലും നാം ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവരിലുള്ള തിന്മ നമ്മിലേക്ക് വരും. ഇത് വലിയൊരു ബോധ്യമായിട്ട് എൻ്റെ കുട്ടികൾ എടുക്കണം. എന്നാൽ നമ്മൾ അവരോട് ക്ഷമിച്ചു എന്ന് പറയാനോ ഒന്നും വേണ്ട. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. അങ്ങനെ പോലും സത്യത്തിൽ ഞാൻ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത്. ഞാൻ അവരോട് അങ്ങോട്ട് ക്ഷമിക്കാൻ തയ്യാറായി, അവരെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അതോടുകൂടി ഈ കെട്ടുകൾ അങ്ങോട്ട് പൊട്ടുകയാണ്. രണ്ടാമത്, നമുക്കായി നിശ്ചയിച്ചത് നമുക്ക് വന്നു ചേർന്നിരിക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലിയാവാം, നമ്മുടെ പണമായിരിക്കാം, നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭർത്താവിനോട് പ്രണയം തോന്നുന്നൊരു സ്ത്രീ ഉണ്ടാവാം, നമ്മുടെ ഭാര്യയോട് സ്നേഹം തോന്നുന്നൊരു വ്യക്തി ഉണ്ടായിരിക്കാം. ഇവരെയൊക്കെ നമുക്ക് തിരിച്ചു തരേണ്ടത് പിതാവായ ദൈവമാണ്. ഈ നഷ്ടപ്പെട്ടത് മുഴുവനും പിതാവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ആ നഷ്ടപ്പെട്ടത് മുഴുവനും പിതാവാം ദൈവം അവിടുത്തെ കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടത് നമുക്ക് തിരികെ തരും. ഹല്ലേലൂയ. ഇത് തിരികെ തരേണ്ടവൻ കർത്താവാണ്. അവർ തട്ടിയെടുത്തതോ ഇവർ തട്ടിയെടുത്തതോ അല്ല എന്ന് നമ്മൾ വിശ്വസിക്കുക. ഇത് മുഴുവൻ തരേണ്ടവൻ കർത്താവാണ്. മൂന്നാമതൊരു പോയിന്റ്, എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത്. എനിക്ക് ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക, ഇതൊക്കെ ചേച്ചിയും പ്രസംഗിക്കുന്നുണ്ട്, എല്ലാവരോടും പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് കാറും കോളും കൊണ്ട ഒരു കടൽ പോലെയായിരുന്നു. എപ്പോഴും എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എന്നാലും അവരങ്ങനെ ചെയ്തില്ലേ, ഇവരിങ്ങനെ ചെയ്തില്ലേ എന്നുള്ള ഭയങ്കര വേദന ഉണ്ടായിരുന്നു എനിക്ക്. പള്ളിയിൽ നിന്നുണ്ടായ തിക്താനുഭവമൊക്കെ എനിക്കിതൊന്നും ഓർക്കാൻ പോലും ഇപ്പം പറ്റുന്നില്ല. ആ മുറിവ് മുഴുവനും പരിശുദ്ധാത്മാവ് വന്ന് കഴുകി, തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിനാൽ വെണ്മയുള്ളതാക്കി മാറ്റി. എൻ്റെ ആ മുറിവെല്ലാം വെച്ച് കെട്ടി, എല്ലാം എനിക്ക് മറക്കാൻ ദൈവം ഇടവരുത്തി. ഹല്ലേലൂയ. എനിക്ക് ഓർത്തെടുക്കാൻ പോലും പറ്റുന്നില്ല. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമാണ് ഞാൻ മക്കളോട് പറയുന്നത്. ത്യാഗം സഹിച്ചുകൊണ്ട് 5 ദിവസം ധ്യാന കേന്ദ്രങ്ങളിൽ പോയിരിക്കുമ്പോൾ പിതാവിന് നമ്മളോട് കരുണ തോന്നി പുത്രനെ അയച്ച് തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവ് നമ്മെ മറ്റൊരു തലത്തിലേക്ക് വളർത്തും. നാം ശാന്തമാകും, സ്വയമേ നാം ശാന്തരാകും. നമുക്കൊന്നും ഓർക്കാനും ആരോടും വെറുപ്പും തോന്നുകയേയില്ല. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ കുറേശ്ശെയാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കുറേശ്ശെ പറയാണ് ചേച്ചി. ഞാൻ ശാന്തമായി, എനിക്ക് പ്രാർത്ഥിക്കണം, സ്തുതിക്കണം എന്നാൽ ഇത് മുൻപുണ്ട്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ വേദനിപ്പിക്കുകയും പീഡ അനുഭവിപ്പിക്കുകയും ചെയ്ത വ്യക്തികളെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഉണർന്നു വരുമായിരുന്നു. എനിക്കിന്ന് ഓർത്തെടുക്കാൻ പോലും സാധിക്കുന്നില്ല. ഹല്ലേലൂയ.
അടുത്തൊരു പോയിന്റ്, ആ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ കണ്ടൊരു പ്രത്യേകതയായിരുന്നു, ഒരു മൂട്ടയോ ഒരു കൊതുകോ ഒരു ഉറുമ്പോ ഒരു സാധനവും ആ ധ്യാന കേന്ദ്രത്തിലില്ല. എൻ്റെയൊക്കെ വീട്ടിൽ വാതിൽ തുറന്നാൽ ഉടനെ കൊതുകും ഈച്ചയും കയറെന്ന് പറഞ്ഞുകൊണ്ട് നെറ്റ് അടിച്ചിരിക്കുകയാണ് എല്ലായിടത്തും. ഇതവിടെ തുറന്ന് ഓപ്പണായിട്ട് കിടക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ഒരു തിന്മയുടെ അരൂപികളും അങ്ങോട്ട് കയറുന്നേയില്ല. അപ്പൊ അവരാഭിചാരം ചെയ്തു ഇവരാഭിചാരം ചെയ്തു എന്ന് പറഞ്ഞ് ഇതിന്റെ പുറകെ പോകാതെ ഇതിനെ പറ്റിയ വചനങ്ങൾ വെച്ച് യേശുവിന്റെ കരുണയ്ക്ക് യാചിക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ഒരു 2-3 വചനം ചേച്ചി പറഞ്ഞു തരികയാണ്. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മേതെ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. പിശാചുക്കൾ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിലല്ല, സ്വർഗത്തിൽ നിന്റെ പേർ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നീ സന്തോഷിക്കുവിൻ. ഇതൊരു വചനം. അടുത്തൊരു വചനം 2 മക്കബായർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഈ 2 വചനം നിങ്ങൾ ഒരു ദിവസം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഒരു 10 പ്രാവശ്യം വീതം പറയൂ. നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്നും, നിങ്ങളുടെ വീട്ടിൽ നിന്നും, ജീവിതത്തിൽ നിന്നും, നിങ്ങളുടെ മക്കളിൽ നിന്നും, തടസ്സങ്ങളിൽ നിന്നും പൈശാചിക ശക്തി ഇറങ്ങിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ശക്തിയാൽ എന്ന് പറഞ്ഞ് ഈ 2 വചനം എടുത്ത് ഉപയോഗിക്കുക എൻ്റെ കുട്ടികൾ. അവിടെ രണ്ടാമത് കണ്ടൊരു കാര്യമായിരുന്നു കുന്തിരിക്കം പുകയ്ക്കുക. എപ്പോഴും കുന്തിരിക്കം പുകച്ച് കുരിശും പിടിച്ചിങ്ങനെ പോണത് നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ അതിന് ചുറ്റും റൗണ്ട് ചെയ്യണത് കാണാം നമുക്ക്. അവരേത് പ്രാർത്ഥനയെ ചൊല്ലുന്നതെന്നും നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റില്ലല്ലോ. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ വീടുകളിലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ കുന്തിരിക്കം പുകയ്ക്ക്. സാത്താൻ എന്ന ആ ദുഷ്ടാരൂപിയെ കുറിച്ച് അച്ഛൻ കൂടുതൽ പറയുന്നില്ലെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവനെ ഓടിക്കാൻ. അച്ഛൻ പറയുന്നില്ല. 1-ാം സ്ഥാനം യേശുവിന് കൊടുത്തിട്ടുണ്ട്. യേശുവിനൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവരും, ബാക്കി പിന്നെ. അതാണ് അച്ഛൻ വിചാരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തതൊന്ന് പറയാണ്, നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരു വചനം പറയാ, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, എഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. സങ്കീർത്തനം 3:4-5 മക്കളെ ആ വചനങ്ങൾ. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. കർത്താവേ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ സങ്കീർത്തനം 3 ഈ വചനഭാഗം കൈ കൂപ്പി പിടിച്ച് ഒന്ന് കെടുന്നിട്ട് ഇത് പറഞ്ഞിട്ട് എൻ്റെ കുട്ടികൾ എഴുന്നേറ്റാൽ മതി. കുറേ ദിവസം അത് എക്സ്പീരിയൻസ് ചെയ്യൂ. കർത്താവ് നിങ്ങളെ അതിൽ വളർത്തും. ഹല്ലേലൂയ. രാത്രി കിടക്കുമ്പോൾ, അത് ഇത് രാത്രി പറയുമ്പോഴാണ് കേട്ടോ ചേച്ചി പറഞ്ഞത്, രാത്രി കിടക്കുമ്പോഴാണ് ഈ വചനം പറയുന്നുണ്ടത്. ഇനി സങ്കീർത്തനം 90:14 രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ വചനം പറയുക, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ചു ഉല്ലസിക്കട്ടെ. അവിടുന്ന് ഞങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും ഞങ്ങൾ ദുരിതമനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഇത് എല്ലാ ദിവസവും എൻ്റെ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സങ്കീർത്തനം 90:14-15 വാക്യങ്ങൾ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഇത് പറയാൻ ശീലിക്കൂ. രാത്രി കെടുക്കുമ്പോഴാണ് സങ്കീർത്തനം 3:4-5 തിരുവാക്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കൂ. ഈ 4 വചനേ ഇപ്പം എൻ്റെ മക്കളോട് ചേച്ചി പറഞ്ഞു തന്നുള്ളൂ. ഈ വചനം നിങ്ങൾ ചെയ്യൂ. ഓരോ ദിവസമായിട്ട് വേറെ വേറെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇനി ഇപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഒരു കാര്യം കൂടെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയണം. അതായത് നിങ്ങൾക്ക് സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് വേണ്ടി പൈശാചിക ശക്തിയെ തോൽപ്പിക്കുകയും ചെയ്യുന്നത് ആ വരം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധമ്മ. ഉൽപ്പത്തി 3:15 കർത്താവ് സാത്താനെ ശപിക്കുകയാണ്. സാത്താനോട് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി 3:15 പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുതടവാക്കും. അവൾ നിന്റെ പ്രൈസ് ദി ലോർഡ്, നീയും സ്ത്രീയും തമ്മിൽ, അവളുടെ മകൻ നിന്റെ തല തകർക്കും. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. നിനക്കും സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രുതടവാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശത്രു, സാത്താന്റെ ശത്രു പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് ആ വരം കൊടുത്തിട്ടുണ്ട് പിതാവായ ദൈവം. നിങ്ങൾ ജപമാല ചൊല്ലും, പ്രാർത്ഥിക്കുകയും അമ്മയോട് നല്ല ബന്ധം പുലർത്തുകയും ചെയ്യുമ്പോൾ പൈശാചിക ശക്തിയെ ഓടിച്ചു വിടാനുള്ള കഴിവ്
അമ്മ പുത്രനിൽ നിന്നും വാങ്ങിയെടുത്തിട്ടുണ്ട്. പുത്രനോട് പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചേച്ചി ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള പെന്തക്കോസ്തുകാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സമൃദ്ധി ആർക്കെങ്കിലും ഉള്ളതായിട്ട് കാണാനില്ല. ഈ ലോകത്തിൽ തന്നെ 100 ഇരട്ടി, വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പലരുടെയും പലതും കണ്ട് കൊതിക്കാൻ കർത്താവ് നമുക്ക് ഇടവരുത്തില്ല. കാരണം നമ്മൾ മക്കളാണ്, അവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവിടെ ഉള്ളത് മുഴുവൻ ധൂർത്തുപുത്രനെ മുദ്രമോതിര അണിയിച്ചതുപോലെ പാപിയാണെന്ന് പറഞ്ഞ് മടങ്ങി വരുന്ന ആ മൂമെന്റിൽ പട്ടുവസ്ത്രം ധരിപ്പിക്കും, കാളക്കുട്ടിയെ കൊല്ലും ചെയ്യാണ് കർത്താവ്. നമ്മൾ മടങ്ങി വന്ന് പാപിയാണെന്ന് അനുദപിച്ച് ഏറ്റുപറയുന്ന നിമിഷം ഈ അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മയുടെ മാധ്യസ്ഥം മുഖേന ആ വെള്ളം വീഞ്ഞാക്കിയതുപോലെ നിങ്ങൾ ലഹരിയുള്ളവരായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും അമ്മയുടെ മധ്യസ്ഥത്തോടെ തരാൻ സ്വർഗം സന്നദ്ധരാണ്. ഹല്ലേലൂയ. ഇതൊന്നും അവിടെ പറഞ്ഞില്ല, എങ്കിലും ഞാൻ എൻ്റെ കുട്ടികളോട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് പറയാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, യേശുവേ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 19, ഞാൻ ചുരുക്കി ഒന്ന് പറയാൻ കേട്ടോ മക്കളെ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിൽ കർത്താവ് മരണമൊഴി പോലെ പറയുന്നൊരു വാക്കാണ്. ഏറെ സ്നേഹിച്ച ശിഷ്യൻ കുരിശ് കണ്ടപ്പോൾ ഓടിപ്പോയ ശിഷ്യന്മാരെ പോലെ ഓടാതെ അടുത്ത് നിന്നപ്പോൾ കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, ജോൺ എന്ന് വിളിച്ചില്ല. ഏറെ സ്നേഹിക്കുന്ന ശിഷ്യൻ അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ. എന്തുകൊണ്ട്? ഉൽപ്പത്തി 3:15 പിതാവ് പറഞ്ഞ സ്ത്രീയാണ് ഈ നിൽക്കുന്നത്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അന്ന് മുതൽ ആ ശിഷ്യൻ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഇത് വചനല്ലേ? അതുകൊണ്ട് നമ്മൾ എത്ര നമ്മളെ തന്നെ വഞ്ചിക്കാൻ നോക്കിയാലും പരിശുദ്ധ അമ്മ നമ്മൾക്ക് യേശു തരാതെ അമ്മയെ കിട്ടില്ല. അമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ അമ്മയെ കൂട്ടിപ്പിടിക്കുന്നവൻ ജപമാല ചൊല്ലണം. പൈശാചിക ശക്തി അവിടം വിട്ടുപോയിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ദുരിതത്തിലും ദുഃഖത്തിലും സഹനത്തിലൂടെയും കഷ്ടതകളിലൂടെയും കടന്നു പോകുകയാണെങ്കിലും ഒരവസരം തന്ന് എന്നെ വിളിച്ചു കൂട്ടി കൊണ്ടുപോയി 5 ദിവസത്തെ ധ്യാനം കൂട്ടി. അതെൻ്റെ അമ്മയുടെ മധ്യസ്ഥവും യേശുവിൻ്റെ സ്നേഹവുമാണെന്ന് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നിറച്ച് കുലുക്കി തന്നവിടുന്ന് വിട്ടു. എൻ്റെ പൊന്നുമക്കൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ബാറൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായം 3:36 തിരുവാക്യം, അവിടുന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോബിന്, യാക്കോബ് എന്ന് വെച്ചാൽ ചതിയൻ നമുക്ക് എല്ലാവർക്കും അറിയാം, താൻ സ്നേഹിച്ച് ഇസ്രായേലിനെ ദൈവം സ്നേഹിക്കുന്നത് യാക്കോബിൽ നിന്നും വീണ്ടും ജനിച്ച് ഇസ്രായേലായി വരണം നമ്മൾ. അനന്തരം അവൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ദൈവകൽപ്പനകളുടെ പുസ്തകവും ശാശ്വതമായ നിയമവും അവളാണ്. അവളോട് ചേർന്ന് നിൽക്കുന്നവൻ ജീവിക്കും, അവളെ ഉപേക്ഷിക്കുന്നവൻ മരിക്കും. യാക്കോബേ, മടങ്ങി വന്ന് അവളെ സ്വീകരിക്കുക, അവളുടെ പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് നടക്കുക. ഇത് പരിശുദ്ധ അമ്മയാണ്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ച് പറയുന്നില്ല, നമ്മുടെ സമയം പോവും. എന്നാൽ ഇതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. വെളിപാടിന്റെ പുസ്തകം അതിനകത്ത് 12-ാം അധ്യായത്തില് സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. ഇത് പരിശുദ്ധ അമ്മയാണ് മക്കളെ. അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അവളൊരു പുത്രനെ പ്രസവിച്ചു. സർപ്പം അതിനെ വിഴുങ്ങാൻ അവളുടെ മുമ്പിൽ കാത്തുനിന്നു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ആര്? യേശു. എന്നാൽ ഈ പറയുന്നത് പലരും പറയും, അത് അമ്മയൊന്നുമല്ല, അത് സഭയാണെന്നൊക്കെ. എന്താണാ പറയുന്നത്? അതാണോ ഗർഭിണിയായിരുന്നു എന്നൊക്കെ പറയണത്? ഇത് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം. ഇത് പരിശുദ്ധ അമ്മയാണ്. എന്നാൽ 14-ാം തിരുവാക്യം ഒന്ന് കേട്ടു. 15 ഒന്ന് കേട്ട മക്കള്. ഞാൻ ചുരുക്കി പറയാം, നമ്മുടെ സമയം കഴിയാണ്. 15-ാം തിരുവാക്യം, സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം തൻ്റെ വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു, എന്നാൽ ഭൂമി അവളെ സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കുക, സർപ്പം ജലം എന്താണ്? വചനം. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. വചനമാണ്. വചനം പറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മനെ ഒഴുക്കിക്കളയുന്നു. സർപ്പമാണ് ആ പണി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയുന്നതാ, അത്യുന്നതന്റെ അതരത്തിൽ നിന്നല്ലേ നന്മയും തിന്മയും വരുന്നത്.
നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ആദ്യം ഏറ്റുപറയുക. അകാരണമായി എൻ്റെ ശത്രുവായവർ എന്നെ പക്ഷി എന്ന പോലെ വേട്ടയാടി. അവർ എന്നെ ജീവനോടെ കുഴിയിൽ തള്ളി. അവർ എൻ്റെ മേൽ കല്ലുരുട്ടി വെച്ചു. വെള്ളം എന്നെ മൂടി. ഞാൻ നശിച്ചു എന്ന് ഞാൻ പറഞ്ഞു. കുഴിയുടെ അടിയിൽ നിന്ന് കർത്താവെ, ഞാൻ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. സഹായത്തിനായുള്ള എൻ്റെ നിലവിളിക്കെതിരെ അവിടുത്തെ ചെവി അടയ്ക്കരുതേ എന്ന് എൻ്റെ യാചന അവിടുന്ന് കേട്ടു. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്ന്. വിലാപങ്ങളുടെ പുസ്തകമാണ് മക്കളെ ഈ പറയുന്നത്. 3:52 തിരുവാക്യാണ് പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോൾ അവിടുന്ന് അടുത്തു വന്നു. ഭയപ്പെടണ്ട എന്ന് അവിടുന്ന് എന്നോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആദ്യം പാപങ്ങൾ ഏറ്റുപറയുക, വിളിച്ചപേക്ഷിക്കുക, സ്തുതിക്കുക. നിങ്ങൾ ഒരു സംശയം വിചാരിക്കണ്ട. അന്ധകാര ശക്തികൾ അതിന് വേണ്ടിയിട്ട് ഓടിയിട്ട് നടക്കണ്ട. അന്ധകാര ശക്തിനെ ഓടിയിട്ട് നടക്കണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനകൾ നയിക്കുക. കൂദാശാ ജീവിതം നയിക്കുക. ബൈബിള് വായിക്കുക. ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, നീതിമാനായ വിശുദ്ധ പിതാവേ, അപ്പസ്തോല ഗണങ്ങളെ, മാലാഖമാരെ, വിശുദ്ധരെ, നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ, ആമേൻ.